ഇറാന്റെ ആണവ നിലയങ്ങളിൽ തീഗോളം തീർത്ത ട്രംപിന്റെ മിസൈൽ. യുദ്ധത്തിന് തുടക്കം കുറിച്ച് ട്രംപിന്റെ കൊലയാളി ഡ്രോണുകൾ. ഇസ്രായേലിലെ അമേരിക്കൻ പൗരന്മാർക്ക് ട്രംപിന്റെ കർശന നിർദ്ദേശം വന്നിരിക്കുന്നു. പ്രാണരക്ഷാർത്ഥം എംബസി പൂട്ടിക്കൊണ്ട് ബ്രിട്ടൻ പോകുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ട്രംപിന്റെ കൊലയാളി ഡ്രോണുകൾ തയ്യാറായി നിൽക്കുന്നു. അമേരിക്കൻ മിസൈലുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും റോഡുകളും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാനും തീഗോളം തീർത്ത് ചുട്ടരിക്കുവാനും തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഇറാഖ് അധിനിവേശത്തെ വെല്ലുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ സൈനിക വിന്യാസം നൽകുന്ന സൂചന ഏതു നിമിഷവും അമേരിക്കൻ സൈന്യം ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ്. അതേസമയം ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിലും വേണ്ടി വന്നേക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ സന്തുഷ്ടനല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും വേണ്ടി വന്നേക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനീവ സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ദീർഘകാല യുദ്ധത്തിന് ഇല്ല എന്ന് US പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും പറഞ്ഞു കഴിഞ്ഞു. തിങ്കളാഴ്ച മുതൽ വിയന്നയിൽ വീണ്ടും ചർച്ച നടക്കാൻ പോകുന്നു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കം നാളെ ഇസ്രയേലിൽ എത്തുകയും ചെയ്യും. അങ്ങനെ ഇറാൻ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയപ്പെടുമ്പോഴും യുദ്ധം അനിവാര്യതയാണ് എന്ന് പറയുകയാണ്. ഇതുവരെയുള്ള നയതന്ത്ര ചർച്ചകൾ തൃപ്തിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനം വരാനിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് യുദ്ധം അനിവാര്യതയാണ്, യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നാണ് ആ ബുദ്ധിമുട്ടുള്ള തീരുമാനം. ഇറാൻ ആണവശേഷി നിർത്തലാക്കണം, നയതന്ത്ര പരിഹാരത്തിനാണ് മുൻഗണന എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതേസമയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഒരു ദീർഘകാല യുദ്ധത്തിനില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇറാനെതിരെയുള്ള സൈനിക നടപടി പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണ് എന്നും അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നും വാൻസ് പറയുമ്പോൾ അത് എന്തിന്റെ ഒരു തുടക്കമാണ് എന്ന് ചിന്തിക്കുക. പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിലാണ്. ഇത് US-ഉം ഇറാനും തമ്മിലുള്ള വെല്ലുവിളികളെയും ഭീഷണികളെയും ഒക്കെ തുറന്നുകൊണ്ട് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്ത് ജാഗ്രതയിലാണ് ഇസ്രായേലും.